அம்மா, ஜீவன் சாரு ஏதாவது தேடிட்டு இருக்கு. என்னன்னு புரியல. അതിവിടെ ഉണ്ടാവേണ്ടതാണല്ലോ. അമ്മ ഇത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? എന്തിനെ കുറിച്ചാ നീ ഇപ്പൊ ചോദിക്കുന്നത്? വിവാഹത്തിന്റെ ആൽബം ഞാൻ എല്ലായിടത്തും നോക്കി. അമ്മ എവിടെയാ അത് വെച്ചിരിക്കുന്നത്? മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ, വീട് മാറി വന്നപ്പോ ആൽബം ഒക്കെ നഷ്ടപ്പെട്ടു എന്ന്. ഹാ, അത് ഞാനും നിത്യയും തമ്മിലുള്ള വിവാഹത്തിന്റെ ആൽബം അല്ലേ? ഞാൻ ചോദിച്ചത് ഹരിയുടെയും നിത്യയുടെയും വിവാഹത്തിന്റെ ആൽബം. അതിവിടെ ഇല്ലേ? അതോ ഹരിയുടെ അടുത്താണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി എടുത്തോളാം. അത് മോനെ, അത് പെട്ടെന്ന് നടത്തിയ കല്യാണമല്ലേ, അതുകൊണ്ട് ആ സമയത്ത് ഫോട്ടോ എടുക്കലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആൽബം ഇല്ല അല്ല ശരവണ? അമ്മ എന്തേ ഈ പറയുന്നേ? ഇക്കാലത്ത് ആൽബം ഇല്ലാത്തൊരു കല്യാണം ഇല്ല സാർ. അപ്പടി ആൽബം ഇല്ല. ഇല്ല സാർ. ശരി, ആൽബം വേണ്ട. ചുറ്റിനുള്ള എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ഉണ്ടാവുമല്ലോ, കാണുമല്ലോ. ആരെങ്കിലും ഒരാൾ ഒരു ഫോട്ടോ എടുത്ത് കാണുമല്ലോ, ഒരു സിംഗിൾ ഫോട്ടോ. അതെന്നെ ഒന്ന് കാണിക്കാമേ. അതോ ഹരിയുടെയും നിത്യയുടെയും വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ലേ? നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായെന്ന് ഞാൻ പറഞ്ഞതല്ലേ? പക്ഷെ ഫോട്ടോ ഇല്ല. ഞാനത് ചോദിക്കുമെന്ന് അമ്മ കരുതിയിട്ടുണ്ടാവില്ലല്ലേ? അല്ലെങ്കിൽ അമ്മ എടുത്തു വെച്ചനല്ലേ? അതെങ്ങനെയാ? ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയില്ലല്ലോ. അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ഫോട്ടോയെങ്കിലും എനിക്ക് കണ്ടേ പറ്റൂ. മറ്റൊന്നിനും വേണ്ടിയല്ല അമ്മേ. നമ്മുടെ കൂടെ ജീവിച്ച ഒരാള് മറ്റൊരാളുടെ സ്വന്തമാണെന്ന് മനസ്സിനെ ഉറപ്പിച്ച് പഠിപ്പിക്കണ്ടേ? അതിനങ്ങനെ ഒരു കാഴ്ച നല്ലതല്ലേ? അല്ലേ ശരവണ? ഫോട്ടോ ഉണ്ടാവും മോനെ. അന്വേഷിച്ചെടുക്കണം. അന്വേഷിച്ചെടുത്തോ. പക്ഷെ അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. വെറുതെ അമ്മയെ ടെൻഷൻ ആക്കണമെന്ന് എനിക്കിഷ്ടമല്ല. ശരവണ, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, നിന്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എത്ര കാലമായി. പിന്നെ അമ്മ പരിഭ്രമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മ അന്വേഷിച്ച കിട്ടും. അമ്മ അതെടുത്ത് തരുകയും ചെയ്യും. ശരവണ, നടക്ക. എന്നാ സാർ? വാടാ, വാ. ഇവിടുന്ന് സ്വത്ത് കിട്ടാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അയാൾ എന്നെ കൊല്ലും. ഹരിയുടെയും നിത്യയുടെയും വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു നിയമതടസ്സം. അവരുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചേ പറ്റൂ.
കൈപ്പുണ്യമുള്ളൊരു പെണ്ണ് വീട്ടിൽ വന്ന് കേറിയിട്ടും അതിന്റെ കയ്യിൽ നിന്ന് വെച്ചുണ്ടാക്കി തിന്നാനുള്ള ഭാഗ്യമില്ല. എന്ത് പറയാനാ? ഡാ, നിത്യമോളെന്തിയേ? നിത്യമുറി തന്നെ ഇരിക്കുക. ഓ, അമ്മാവനിപ്പൊ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. നിത്യയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയല്ലേ പറ്റൂ. ഓ, അയാൾക്ക് മാറാൻ അല്പം സമയം ആവശ്യം. അതെടുത്തോട്ടെ. അവളെ എനിക്ക് തോന്നുന്നു അവള് അവിടെ വിശന്നിരിക്കുകയായിരിക്കും. ഡാ, ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഉണ്ടാ? ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിക്കൊന്നും വേണ്ട. ഇത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോളാം. ഓ, വല്ലാത്തൊരു കഷ്ടം തന്നെ. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സുജാത പറഞ്ഞു ജീവിതത്തില് സന്തോഷം അറിയാത്ത കുട്ടിയാണ് അവളെന്ന്. നിന്നെ നിർബന്ധിച്ച് നിത്യ വിവാഹം കഴിക്കാൻ പറയുമ്പോ നിന്റെ സന്തോഷത്തോടൊപ്പം അവളുടെ സന്തോഷവും ഒരു പ്രാധാന്യം ഞാൻ കൽപ്പിച്ചിരുന്നേ. ഊരിക്കി നിന്ന് ഊരാക്കുടുക്കിലേക്ക് പോയെന്നല്ലാതെ വേറെന്തോ സംഭവിക്കേ ഇല്ലയോടാ? അമ്മാവൻ നിത്യയോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിക്കണ്ട. ഞാനോ? അയാളുടെ വേദന സ്വയം അറിയേണ്ടതാ. ഞാനിത് അയാൾക്ക് കൊടുത്തിട്ട് വരാം. ഓ, ദൈവമേ, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് എന്റെ മക്കള് സന്തോഷത്തോടെ കാണാൻ പറ്റണേ.